ഡിയർ MS6 സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ശശിധരൻ, ഓക്കെ, അക്ഷര സൂപ്രണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ലാബ് ആണ് ഞാൻ എടുക്കുന്നത്, ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കൂ, അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കഴിഞ്ഞ സെമസ്റ്റർ മെഷീൻ ഷോപ്പിൽ നിങ്ങൾ ചെയ്ത അതേ വർക്കുകളും പ്ലസ് കുറച്ച് വർക്കുകളും കൂടിയിട്ടാണ് അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ലാബ് ആയിരുന്നത്. അതിൽ നമ്മൾ എന്താണ് വെച്ചാൽ അഡ്വാൻസ്മെന്റ് ഏതിലാണ്? ഒരു CNC മെഷീൻ, അതിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിലബസിൽ. പ്ലസ് സർഫസ് ഗ്രൈൻഡിങ് എന്നൊരു മെഷീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ്. പിന്നെ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങും നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലേക്കാളും കൂടുതലായിട്ടുള്ളത്, ഓക്കെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്ത അതേ മോഡൽസ് തന്നെ ഒന്നുമില്ല കമ്പൈൻ ചെയ്തിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിനോട് കൂടെ, അതായത് അതിനോട് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും, ഓക്കെ. സെമസ്റ്റർ 6 അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ലാബിൽ MS5 ചെയ്ത മോഡൽസ് തന്നെ കുറച്ചും കൂടി ആക്യുറസി കൂടാൻ എന്താ കാരണം? ലിമിറ്റ്സ് ഫിറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, ഓക്കെ. ലിമിറ്റ്സ് ഫിറ്റ്സ്, പിന്നെ നമ്മൾ സാധാരണ കൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസ് ഉണ്ടല്ലോ, അതുകൂടാതെ പ്രൊഡക്ഷൻ സൈഡിൽ, ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, അതായത് പ്രൊഡക്ഷൻ സെന്ററുകളിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് നിങ്ങൾക്കിവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കണം. നിങ്ങൾക്കത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളതാണ്. നമ്മൾക്കത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന മോഡൽ അത് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചും കൂടി നോളേജ് അക്വയർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ നിങ്ങൾക്ക് എന്താണ് ടു ലിമിറ്റ് എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? ടു ലിമിറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വിത്ത് അപ്രോപ്രിയേറ്റ് ഗേജസ്. ആക്ച്വലി അപ്രോപ്രിയേറ്റ് ഗേജസ് ആണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എന്താണ് ഉപയോഗിച്ചാൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, പുറമെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെഷീൻ ഷോപ്പിലേക്കാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ വെർനിയർ കാലിബറോ മൈക്രോമീറ്ററോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ സെന്ററുകളിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ആയിരിക്കണം. അത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പ്രാക്ടിക്കലായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മോഡൽ ആഡ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി an added qualification in your advanced machine tool lab, ഓക്കെ. നമ്മുടെ KMCT കോളേജിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ലാബിൽ നിങ്ങൾക്ക് ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറും, ഓക്കെ. സോ അതാണ് നമ്മൾ അതും കൂടി ചേർക്കാൻ വിചാരിക്കുന്നത്. പക്ഷെ മോഡലെല്ലാം അത് തന്നെയാണ്. മെഷറിങ് എന്താണ്? വെർനിയർ കാലിപ്പറിൽ ഉപയോഗിക്കാം, ഇതും ഉപയോഗിക്കാം. വെർനിയർ കാലിപ്പറിൽ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. നിങ്ങൾ നോക്കുക, 10 പ്രാവശ്യം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെർനിയർ കാലിപ്പർ എത്ര പ്രാവശ്യം നിങ്ങൾ റീഡ് ചെയ്യണം. അപ്പോൾ ആ ടൈം ലോസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ അഡ്വാൻസ്ഡ് ടൂൾസ്, ദാറ്റ് ഈസ് സ്നാപ്പ് ഗേജ്, പ്ലഗ് ഗേജ്, ത്രെഡ് ഗേജ്, ഡിപ്പ്, അങ്ങനെയുള്ള ഗേജുകളൊക്കെ ഉണ്ട്, ഓക്കെ. ആ ഗേജുകളൊക്കെ നമുക്ക് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഒരു മെഷീൻ ഷോപ്പ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് ഒരു ചെറിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂസ് ഓഫ് ടൂൾസ് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടുകയാണ്. സോ അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കണം. സോ ഓക്കെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോളൂ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ലാബിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണ്? ലിമിറ്റ്സ് ഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം, ഓക്കെ. എന്താണ് ആദ്യത്തെ മോഡൽ? എന്താണ്? അതായത് ഒരു ഫിറ്റ് അസംബ്ലിയാണ്. ഫിറ്റ് അസംബ്ലി എന്തൊക്കെ തരം ഫിറ്റുകളാണുള്ളത്? ക്ലിയറൻസ് ഫിറ്റ്, അതായത് ലൂസ് ആയിട്ടുള്ള ഒരു ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്ലിയറൻസ് ഫിറ്റ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ലൂസാണ്, ദാറ്റ് ഈസ് എ ക്ലിയറൻസ് ഫിറ്റ്, ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ, അതേമാതിരി എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് അടിച്ചു കയറ്റണം എന്ന് വിചാരിച്ചാൽ എന്താണ്? അതിനൊരു സൈസ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് എ ഏതാണ്? ഇന്റർഫിയറൻസ് ഫിറ്റ് ആണ്. സോ അതറിയണം. അപ്പോൾ ആ മോഡൽ ഫിറ്റ്സ് എന്ന് മാത്രമേ പറയുന്നത്. സിലബസിൽ എന്താ പറയുന്നത്? മാനുഫാക്ചർ എ പ്രോഡക്റ്റ് വിത്ത് ഫിറ്റ്സ്. എന്തൊക്കെ ഫിറ്റുകളുള്ളത്? ക്ലിയറൻസ് ഫിറ്റ്, ഇന്റർഫിയറൻസ് ഫിറ്റ് മെയിനായിട്ട്. പിന്നെന്താണ്? ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലൂസും ആവാം ടൈറ്റും ആവാം.
ആ കോമ്പോണന്റ് അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് ആ ബെയറിംഗിൽ ടൈറ്റ് ആയിരുന്നാലും പ്രശ്നമില്ല, ഫ്രീ ആയിരുന്നാലും പ്രശ്നമില്ല. അങ്ങനത്തെ ഭാഗത്ത് വരുന്ന വർക്കുകൾക്കാണ് നമ്മൾ ട്രാൻസിഷൻ ഫിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്ക് തരുന്ന മോഡൽ എന്താണെന്ന് അറിയാം, ഒരു ക്ലിയറൻസ് ഫിറ്റാണ്. ക്ലിയറൻസ് ഫിറ്റ്. അപ്പൊ ക്ലിയറൻസ് ഫിറ്റ് എന്താണ് ആക്ച്വലി? നമ്മളൊരു ദാറ്റ് ഈസ് എ ബോർ അല്ലെങ്കിൽ ഒരു ബെയറിംഗ്. ആ ബെയറിംഗിന്റെ ഉള്ളിൽ ഒരു ഷാഫ്റ്റ് വരുന്നു. ആ ഷാഫ്റ്റ് നിങ്ങൾക്ക് കയറണം, ലൂസ് ആയിരിക്കണം. ഓക്കെ, ബട്ട് വിതിൻ ലിമിറ്റ്സ് ആയിരിക്കണം. ആ ഷാഫ്റ്റ് ഇതിന്റെ ഉള്ളിൽ കയറണം, ബട്ട് വിതിൻ ലിമിറ്റ്സ്. അപ്പൊ നമുക്ക് എന്താണ് ലിമിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സൈസുകൾ ലിമിറ്റ്, ഏത് ലിമിറ്റിൽ വരെ പോവാം ഷാഫ്റ്റ്, ഏത് ലിമിറ്റിൽ വരെ പോവാം ബോർ, അത് രണ്ടും അറിയണം. അപ്പൊ നോക്കിക്കോളൂ, ഒരു ക്ലിയറൻസ് ഫിറ്റ് ആണ് എന്താണ് ആക്ച്വലി? ഒരു ക്ലിയറൻസ് ഫിറ്റ് ആണ് എന്താണ് ആക്ച്വലി? ബോർ വിൽ ബി ആൾവേസ് ബിഗർ ദാൻ ദ ഷാഫ്റ്റ്. ബോർ വിൽ ബി ആൾവേസ് ബിഗർ ദാൻ ദ ഷാഫ്റ്റ്. അപ്പൊ എന്താണ്, സൈസിൽ നിന്നും എപ്പോഴും പ്ലസ് ആയിരിക്കും. പ്ലസ് 100 മൈക്രോൺ പ്ലസ് 200 മൈക്രോൺ ബോർ. ഷാഫ്റ്റോ സ്റ്റാൻഡേർഡ് സൈസിനേക്കായി എപ്പോഴും കുറവായിരിക്കും. മൈനസ് 100 മൈക്രോൺ മൈനസ് 200 മൈക്രോൺ. പ്ലസ് വരില്ല. പ്ലസ് വന്നാൽ എന്താണ്, ഷാഫ്റ്റ് ഇതിൽ കയറില്ല. ക്ലിയറൻസ് ഫിറ്റുള്ള ഭാഗത്ത് എന്താണ്, ഷാഫ്റ്റ് ഇതിൽ കയറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കോളൂ. അപ്പൊ പിന്നെ എന്താണ് നമുക്ക് വേറൊരു ഫിറ്റ് ഉള്ളത് എന്താണ്, ഇന്റർഫിയറൻസ് ഫിറ്റ്. അപ്പൊ നമ്മളത് ഇന്റർഫിയറൻസ് ഫിറ്റ് അല്ല ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ക്ലിയറൻസ് ഫിറ്റ് ആണ്. നിങ്ങൾക്കൊരു ഡിസ്ക് തരുന്നു, ആ ഡിസ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ബോർ ഉണ്ടാക്കുന്നു. ആ ബോർ എന്ത് ചെയ്യുന്നു, ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം. ഇപ്പൊ 25 ആണെന്നുണ്ടെങ്കിൽ 25 പ്ലസ് ആയിരിക്കും. ബോർ എപ്പോഴും പ്ലസ് ആയിരിക്കും. 25 പ്ലസ് 100 മൈക്രോൺ പ്ലസ് 200 മൈക്രോൺ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു. പിന്നെ ഷാഫ്റ്റ് നിങ്ങൾക്ക് റോഡ് തരുന്നു. റോഡ് എന്താണ്, 25 മൈനസ് 100 മൈക്രോൺ മൈനസ് 200 മൈക്രോൺ. എന്നാൽ മാത്രമേ ക്ലിയറൻസ് ഫിറ്റ് ആവുള്ളൂ. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ഫിറ്റ്. ഇപ്പൊ നേരെ അതന്നെ ഇന്റർഫിയറൻസ് ഫിറ്റ് ആണെങ്കിലോ, ബോർ ഷുഡ് ബി ലെസർ ദാൻ ദി സൈസ്, ഷാഫ്റ്റ് സൈസ്. എന്നാലല്ലേ ഇന്റർഫിയറൻസ് അടിച്ചു കയറ്റേണ്ടതായിട്ടായിരിക്കണം. അപ്പൊ എന്താണ്, 25 ആണെന്നുണ്ടെങ്കിൽ 25 മൈനസ് ആയിരിക്കണം ബോറിന്റെ സൈസ്. ഓക്കെ, ഷാഫ്റ്റിന്റെ സൈസോ 25 പ്ലസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇന്റർഫിയറൻസ് ആവുള്ളൂ. ഒരിക്കലും കയറാൻ പാടില്ല. അടിച്ചോ അല്ലെങ്കിൽ പ്രസ് ചെയ്തോ മാത്രം കയറ്റുന്ന ഫിറ്റ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ആദ്യത്തെ വർക്ക്. സോ ദാറ്റ് വി വിൽ ബി ഡൂയിങ് വിത്ത് ദിസ് ഗേജ്. ഏത് ഗേജ് ആണ്? ദാറ്റ് ഈസ് എന്താണ്, പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്. ഇത് രണ്ടും കൂടി ചെയ്ത് നോക്കാം. എന്താവും നോക്കാം. ഓക്കെ, ആക്ച്വലി നിങ്ങൾ വെർനിയർ കാലിപ്പറിൽ എടുത്താൽ മതി. വെർനിയർ കാലിപ്പറിൽ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്, 20.02 ആണ്. വെർനിയർ കാലിപ്പറിൽ റേഷ്യോ കൊണ്ട് എന്താണ് 0.02 ആണ്. വെർനിയർ കാലിപ്പറിൽ 0.02 mm ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആക്ച്വലി 0.02 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 മൈക്രോൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആ സൈസിൽ ക്ലിയറൻസും അല്ലെങ്കിൽ ട്രാൻസിഷനും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ റിങ്ങുകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ സൈസിനുള്ളത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്ര ക്ലിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്, അപ്പൊ നമ്മൾ ഒരു ക്ലിയറൻസ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് മോഡൽ ക്ലിയറൻസ് ഫിറ്റ്. പിന്നെ നോക്കൂ, എസെൻട്രിക് ടേണിംഗ്. എസെൻട്രിക് ടേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? എസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അപ്പൊ നോക്കൂ, ഒരു ഔട്ട് ഓഫ് സെന്റർ ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എസെൻട്രിക് എന്ന് പറയുക. എസെൻട്രിക്. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മളൊരു ബോസ് ഉണ്ടാക്കുകയാണ്. ബോസ് ഒരു 5 mm ബോസ് അല്ലെങ്കിൽ ഒരു 20 mm നീളത്തിലുള്ള ഒരു ബോസ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു എസെൻട്രിക്കിനെ പിടിച്ച് വലിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരു വാൾവ് മൂവ്മെന്റ് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് സെന്റർ ആക്കിയിട്ട് ചെയ്യാണ്. അപ്പൊ നോക്കുന്നതിന്റെ ഈ ബ്ലോക്കിന്റെ സെന്റർ ലൈൻ ലൈൻ ഹിയർ. ഓക്കെ, ബ്ലോക്കിന്റെ സെന്റർ ലൈൻ ലൈസ് ഹിയർ ആൻഡ് നമ്മുടെ എസെൻട്രിക്കിന്റെ സെന്റർ ലൈനോ ലൈസ് ഹിയർ. സോ ഈ ഗ്യാപ്പിന് എന്താണ് പറയുന്നത്, എസെൻട്രിസിറ്റി. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എസെൻട്രിസിറ്റി. അതായത് ഇപ്പോൾ വേണ്ട, ഈ സെന്റർ ബ്ലോക്കിന്റെ സെന്റർ ലൈനിൽ നിന്നും ഈ ബോസിന്റെ സെന്റർ ലൈനിലേക്കുള്ള ഡിഫറൻസ് ആണ് എസെൻട്രിസിറ്റി. സോ 8 mm, ഇപ്പോൾ 8 mm, 10 mm, 20 mm, 25 mm എത്ര വേണമെങ്കിൽ എസെൻട്രിസിറ്റി ആവാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ വർക്കിന് നമ്മൾ 4 ചക്കിൽ, ലേസിലെ 4 ചക്കിൽ വെച്ചിട്ട് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വലിയ എസെൻട്രിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫേസ് പ്ലേറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫേസ് പ്ലേറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ എസെൻട്രിക് എന്താണ്, എസെൻട്രിക് ടേണിംഗ് എന്താണ്, ഒരു സെൻട്രൽ ലൈനിനോട് വേറെ നിശ്ചിത ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു സെൻട്രൽ ലൈനുള്ള ഒരു ബോസ് മെഷീൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് എസെൻട്രിക് മെഷീനിങ്. അതാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മാർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? വെർനിയർ ഹൈറ്റ് ഗേജ് വെച്ചിട്ട് നമ്മൾ സെന്റർ മാർക്ക് ചെയ്യണം.
ഡിഫറൻസ് എസെൻട്രിസിറ്റി മാർക്ക് ചെയ്യണം, സെൻട്രൽ ലൈൻ സെൻട്രൽ പോയിന്റ് കാണുന്നു, പഞ്ച് ചെയ്യുന്നു, ഫോർജോ ചെക്കിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. സോ അതാണ് അടുത്ത മോഡൽ. സോ ഇത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫോർജോ ചെക്കിൽ സെൻറ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എസെൻട്രിസിറ്റിക്ക് അനുസരിച്ച് ആ ജോസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മെഷീൻ ചെയ്യുന്നു. സോ എസെൻട്രിക് ടേണിങ് അതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നമ്മുടെ വർക്ക് എന്താണ്? എസെൻട്രിക് ടേണിങ്. ഇന്റേണൽ ഗിയർ. അപ്പൊ നോക്കൂ, ഇന്റേണൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഇന്റേണൽ ഗിയർ? അപ്പൊ നോക്കൂ, നമ്മളൊരു പവർ ട്രാൻസ്മിഷനിൽ നമുക്ക് എക്സ്റ്റേണൽ ഗിയേഴ്സും ഇന്റേണൽ ഗിയേഴ്സും ആവശ്യമുണ്ട്, ഇല്ലേ? അപ്പൊ സിലബസിൽ പറയുന്നത് എന്താണ്? ഈ വർക്ക് ഇൻ എ സ്ലോട്ടറിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കാം. നമ്മൾക്ക് ഒരു അഡീഷണൽ നോളജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗിയറാണ് കട്ട് ചെയ്യുന്നത്, ഇന്റേണൽ ഗിയറാണ് കട്ട് ചെയ്യുന്നത്. ഇന്റേണൽ ഗിയർ നോക്കൂ, ഏതിലാണ് കട്ട് ചെയ്യാൻ പറ്റുക? സ്ലോട്ടറിൽ തന്നെ കട്ട് ചെയ്യാം, മില്ലി മെഷീനിൽ കട്ട് ചെയ്യാൻ പറ്റില്ല ഇന്റേണൽ ഗിയേഴ്സ്. ഓക്കെ, so that knowledge also you are getting. The internal gear can be manufactured only in slotters അല്ലെങ്കിൽ ഷേപ്പറിലോ ഉണ്ടാക്കാം. ഓക്കെ, സ്ലോട്ടറിലാകുമ്പോൾ എന്താണ്, നമുക്ക് എളുപ്പമായി, കാരണം ഇൻഡെക്സ് ടേബിളാണ്, ടേബിളിന് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ടീത്താണ് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. ടൂൾ എന്താണ്? നമ്മൾ ആ പ്രൊഫൈൽ ചെയ്ത ടൂള്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ നോക്കിക്കോളൂ. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇന്റേണൽ ഗിയറും എക്സ്റ്റേണൽ ഗിയറും നോക്കൂ, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്റേണൽ ഗിയറിന്റെ പ്രൊഫൈൽ എന്താണോ അതിന്റെ നെഗറ്റീവ് പ്രൊഫൈലാണ് എക്സ്റ്റേണൽ ഗിയർ. ഇന്റേണൽ ഗിയറിന്റെ നെഗറ്റീവ് പ്രൊഫൈലാണ് എക്സ്റ്റേണൽ ഗിയർ. അതായത് ഇന്റേണൽ ഗിയറിന്റെ പല്ലുകൾ എങ്ങനെയായിരിക്കും? വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പല്ലുകൾ എങ്ങനെയാണ്? എക്സ്റ്റേണൽ ഗിയറിന്റെ ടീത്തിന്റെ പ്രൊഫൈല് കറക്റ്റായിട്ട് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇന്റേണൽ ഗിയർ. അപ്പൊ നമ്മൾ എന്താണ്, സ്ലോട്ടറിൽ ഉപയോഗിക്കുന്ന ടൂളിന്റെ ആ പ്രൊഫൈൽ എന്തായിരിക്കണം? ആക്ച്വലി ഏത് മൊഡ്യൂളിലുള്ള ഇന്റേണൽ ഗിയർ ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ ടീത്തിന്റെ പ്രൊഫൈലായിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ അതും കൂടി മനസ്സിലാക്കണം. സോ ഇന്റേണൽ ഗിയറിൽ എന്താണ്? സ്ലോട്ടറിൽ വി ക്യാൻ ഡു ഗിയർ കട്ടിംഗ് ആൾസോ, എക്സ്റ്റേണൽ ഗിയർ കട്ടിംഗ്, ഇന്റേണൽ ഗിയർ കട്ടിംഗ് ചെയ്യാൻ പറ്റും. നൗ വി ആർ ഡൂയിങ് ഹിയർ വിത്ത് internal gear cutting in slaughter. So you will give an additional knowledge of how internal gears are being cut and what is the profile of the internal gears. In external gears in the profile നേരെ റിവേഴ്സ് ആയിരിക്കും ഇന്റേണൽ ഗിയേഴ്സിന്റെ പ്രൊഫൈൽ. കണ്ടോ, രണ്ടും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഗിയർ കട്ടിംഗ് ഇൻ മില്ലിങ്ങിൽ ചെയ്യുന്നു. എക്സ്റ്റേണൽ ഗിയർ കട്ടിംഗ്. അപ്പൊ എക്സ്റ്റേണൽ ഗിയർ കട്ടിംഗ് അപ്പൊ എങ്ങനെയാണ് മില്ലിങ്ങിൽ ചെയ്യുക? മില്ലിംഗ് മെഷീനിൽ എന്താണ്, ആ ആർബറിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മൊഡ്യൂൾ കട്ടർ വെക്കുന്നു. ഏത് മൊഡ്യൂളാണോ ഇതിന്റെ ടീത്ത് അതിന്റെ ഒരു കട്ടർ ഫിറ്റ് ചെയ്യുന്നു. ആ കട്ടർ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആ കട്ടറിന്റെ പ്രൊഫൈൽ എന്ത് ചെയ്യുന്നു? ഇതിലുണ്ടാകുന്നു. അതിൽ വേറൊരു കാര്യമുള്ളത് എന്താണ്? ദാറ്റ് ഈസ് ഈസി. ബട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഇൻഡെക്സിങ്. ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത് ഇൻഡെക്സിങ്. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ ആ ഇൻഡെക്സിങ് ചെയ്യണമെങ്കിൽ അതിൽ 52 ടീത്ത് ആണെങ്കിൽ എന്താണ്? 52 ടീത്ത് കറക്റ്റ് സ്പേസിങ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ടീത്ത് ഒരു ലേശം വലുതോ ചെറുതോ ആയി കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ നടക്കില്ല. ഓക്കെ, മെയ്റ്റിംഗ് ഗിയർ അവിടെ വന്നാൽ ലോക്കാവും. സോ എല്ലാം കറക്റ്റ് ആയിരിക്കും. എല്ലാ ഗിയറുകളും ഒരു പ്രൊഫൈലും ടീത്ത് ഷേപ്പും സൈസും എല്ലാം ഒരേ സൈസ് ആയിരിക്കണം. സോ അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സിങ് വിത്ത് ഇൻഡെക്സ് ഹെഡ്. ഇൻഡെക്സ് ഹെഡിൽ എന്താണ് ചെയ്യുന്നത്? ഇൻഡെക്സ് ഹെഡിന്റെ ചക്കില് ഇതിനെന്ത് ചെയ്യുന്നു? ഒരു മാൻഡലിൽ ഫിറ്റ് ചെയ്യുന്നു. മാൻഡലിൽ ഫിറ്റ് ചെയ്തിട്ട് ആ ഇൻഡെക്സ് ഹെഡിന് ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇൻഡെക്സ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേം ഗിയറും ഒരു വേം വീലുമാണ്. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള മെക്കാനിസം ഉണ്ട്. ഒരു വേം ഗിയറും ഒരു വേം വീലുമാണ്. സോ വേം വീല് നോക്കിക്കോളൂ. ഒരു പ്രാവശ്യം ചുറ്റണമെങ്കിൽ ആ വേമിനെ 40 പ്രാവശ്യം ചുറ്റണം. നമ്മുടെ മില്ലിംഗ് മെഷീനിലുള്ള ഇൻഡെക്സിങ് ഹെഡിന്റെ കോൺസ്റ്റന്റ് 40 ആണ്. അപ്പൊ എന്താണ്? എത്ര ടീത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്? ആ ഫോർമുല എത്ര? ഇപ്പൊ നമ്മൾ ഇൻഡെക്സിങ് കോൺസ്റ്റന്റ് എന്താണ്? ഇൻഡെക്സിങ് കോൺസ്റ്റന്റ് ഇപ്പൊ നമ്മുടെ ഇതിലെന്താണ്? 40 ആണ്. 52 ആണ് ഈ വീട്ടിലായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇൻഡെക്സിങ് കോൺസ്റ്റന്റ് 40. നമ്പർ ഓഫ് ടീത്ത് ടു ബി കട്ട് ഈസ് 2. നമ്പർ ഓഫ് ടീത്ത് ടു ബി കട്ട്. ഇതെല്ലാം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഈ ഓരോ മോഡൽ ചെയ്യുമ്പോഴും
നിങ്ങൾക്ക് ഞാനപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം നിങ്ങൾ ജനറൽ ആയിട്ടൊന്ന് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡെക്സിങ് കോൺസ്റ്റന്റ് 40ലാണ് കിടക്കുന്നത്. 40/n ദാറ്റ് ഈസ് ഇക്വൽ ടു x എന്താണ് 40/52. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 40/n. n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഫീറ്റ്. ഇപ്പൊ ഏതാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല ഇട്ടിട്ട് വേണം നമ്മൾ അതിൽ ഇൻഡെക്സ് ചെയ്യാം. എന്നിട്ട് എന്താണ് ഇൻഡെക്സ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ പ്ലേറ്റിലേക്ക് മാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് എത്ര ഒരു 3/4 ചുറ്റോ 1/4 ചുറ്റോ അല്ലാന്നുണ്ടെങ്കിൽ 1/3 ചുറ്റോ അല്ലെങ്കിൽ പിന്നെ 100/40 ചുറ്റോ എന്താണ് വെച്ചാൽ ആ ഇൻഡെക്സ് പ്ലേറ്റിൽ കുറേ ഹോളുകൾ ഉണ്ടാവും. ആ ഹോളിലേക്ക് കയറ്റി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ മനസ്സിലാക്കുന്നത്. ഗിയർ കട്ടിങ്, മില്ലിംഗ് മെഷീൻ, പിന്നെ മാൻഡ്രിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷീൻ ചെയ്യാം. മാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, വാട്ട് ഈസ് എ മാൻഡ്രിൽ? നോക്കൂ, നമ്മൾ ഒരു സൈസ് ഒരു ഷേപ്പിന് നമുക്ക് ലെയ്ത്തിൽ പിടിക്കാൻ പറ്റില്ല, ലെയ്ത്തിൽ പിടിച്ചിട്ട് മെഷീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേറൊരു ഉപാധിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു, വേറൊരു ഉപാധിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പൊ എന്താണ് അത് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ടർ സർഫസ് എടുക്കണം. ഇപ്പൊ ലെയ്ത്തിന്റെ ചക്കിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് എടുക്കാൻ നമുക്ക് പറ്റാനില്ല, മറ്റേ 2 സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഒരു മാൻഡ്രിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിന്റെ ഉള്ളിൽ കയറ്റുന്നു. കയറ്റിയതിന്റെ ശേഷം എന്താണ്, ഇവിടെ ഒരു നട്ടിട്ട് ടൈറ്റ് ചെയ്യണു, ഇതിനെ ചക്കിന് പിടിപ്പിക്കുന്നു, ആ ചക്കിന് പിടിപ്പിച്ചിട്ട് ഇതിനെ മെഷീൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ്, ഇതിന് ഫുൾ നല്ല ഫൈൻ ഫിനിഷും ഫുൾ സർക്കിളും ആയിട്ട് കിട്ടും, സ്റ്റെപ്പ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ലെയ്ത്തിന്റെ ചക്കിൽ ഡയറക്റ്റ് പിടിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പുറത്തൊരു സ്റ്റെപ്പായിരിക്കും, മറ്റേ പുറത്ത് ചെറിയൊരു സ്റ്റെപ്പ്, എങ്ങനെയായാലും 100% പെർഫെക്ഷൻ ആവില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ മാൻഡ്രിൽ എന്ന് പറഞ്ഞ സാധനം ഇത്. മാൻഡ്രിലിന്റെ സാധനത്തിൽ എന്താണ്, ഇവിടെ ഒരു റിങ് ഇട്ടിട്ട് ഒരു നട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത ശേഷം ഇതിനെ ചക്കിൽ കയറ്റിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പിന്നെ നമ്മൾ ടൂൾ വെച്ച് കട്ട് ചെയ്യുന്നു. സോ മാൻഡ്രിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീനിങ് ചെയ്യും. മാൻഡ്രിൽ. വി ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണ്. വി നിങ്ങൾ ചെയ്തു, പിന്നെ സൈഡ് സ്ലോട്ട് ദാറ്റ് ഈസ് കീവേസ് നിങ്ങൾ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, വി ബ്ലോക്കിൽ ആ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എന്തായി, വി ബ്ലോക്കായി. ഓക്കെ, വി ബ്ലോക്ക് അതായത് 2 സൈഡിൽ കീവേസ്. അതിനൊരു ആക്ച്വലി എന്താണ്, ആ വി ബ്ലോക്കിന് എന്തിനാണ് 2 സൈഡിലുള്ള കീവേസ്, ആ ഒരു ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വർക്ക് ഏതെങ്കിലും പിടിപ്പിക്കാനോ അല്ലെങ്കിൽ സെൻറ്റർ പിടിക്കേണ്ട പീസിനെ അതിൻ്റെ ഉള്ളിൽ വീട് ഉള്ളിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്തിട്ട് ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വി ബ്ലോക്കിന്റെ ഷേപ്പ് നോക്കൂ. എങ്ങനെയാണ് വി ബ്ലോക്കിന്റെ ഷേപ്പ്? ആക്ച്വലി വി ബ്ലോക്കിന്റെ ഷേപ്പ് ഇതാണ്. വി ബ്ലോക്കിന്റെ ഷേപ്പ് നോക്കൂ, ഇതാണ് വി ബ്ലോക്കിന്റെ ഷേപ്പ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം സെമസ്റ്റർ 5 എന്താണ്, വി എടുത്തതാണ്, ഈ കീവി എടുത്തതാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് എന്തായി, വി ബ്ലോക്കായി. ഇതെന്തിനാണ് ആക്ച്വലി, ആ ക്ലാമ്പ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ല സിലിണ്ടറിക്കൽ പാർട്ടുകളൊക്കെ വെച്ചിട്ട് ഇതിന് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ്, ആ ക്ലാമ്പിൻ്റെ 2 ലെഗുകൾ ഇവിടെ പിടിപ്പിക്കും, മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ വി ബ്ലോക്കിൽ പിടിപ്പിക്കും. സോ ഇതാണ് വി ബ്ലോക്ക്. സോ വി ബ്ലോക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ എന്താണ് കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്താണ്, വി ചെയ്താണ്, കീവേ ചെയ്താണ്. അത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് കഴിഞ്ഞാൽ വി ബ്ലോക്കാണ്. ഓക്കെ, പിന്നെ സർഫേസ് ഗ്രൈൻഡിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൈൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, ഗ്രൈൻഡിങ് എന്താണ്, നമ്മൾ ടൂൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ. പിന്നെന്താണ്, പിന്നെ പല വർക്കുകൾ നമ്മൾ ചെറിയ പെഡസ്റ്റൽ ഗ്രൈൻഡറുകൾ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് എങ്ങനെ, സർഫസ് ഗ്രൈൻഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സർഫേസ് ഗ്രൈൻഡിങ്. അപ്പോൾ നോക്കൂ, സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനിഷിംഗ് പ്രോസസ്സാണ്. ആക്ച്വലി ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ മൈക്രോൺ കണക്കിനാണ് റിമൂവ് ചെയ്യുക, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുപാട് ഡെപ്ത് ഓഫ് കട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ഗ്രൈൻഡിങ്ങിന്. ഒരു 0.5 mm മാക്സിമം കൊടുക്കാം. അപ്പം തന്നെ എന്താണ്, വൈബ്രേഷൻ വരും. അപ്പോൾ നമ്മൾ എന്താണ്, ഫിനിഷിംഗ് പ്രോസസ്സാണ്. ആക്ച്വലി എന്താണ്, ഫിനിഷിംഗ് പ്രോസസ്സാണ്. സോ നൗ വി ഗോട്ട് എ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ. അതിലെന്ത് ചെയ്യുന്നു, അതിൽ നമ്മളിതിനെ ഹോൾഡ് ചെയ്തിട്ട് ആ ഗ്രൈൻഡിങ് വീലിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം. വൈ ഹൈ സ്പീഡ് റൊട്ടേഷൻ? ഗ്രൈൻഡിങ്ങിൽ ഒരു തിയറി ഉണ്ട്, ഗ്രൈൻഡിങ് വീലിന്റെ സ്പീഡ് കൂടുന്തോറും ഹീറ്റ് ജനറേഷൻ വിൽ ബി ലെസ്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്താണ്, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സ്ലോ സ്പീഡ് ആണെങ്കിൽ ഹീറ്റ് ജനറേഷൻ വിൽ ബി മോർ, ആൻഡ് ഹൈ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ജനറേഷൻ വിൽ ബി ലെസ്. അത് അതിലൊരു തിയറിയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഹൈ സ്പീഡിലാണ് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യണം. അതേമാതിരി എന്താണ്, ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടറൈസ്ഡ് ഗ്രൈൻഡിങ് വീൽ അവിടെ ഐലൻഡ് മെഷീനിലുണ്ട്.
ആ സർഫസിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു മെഷീൻ വൈസ് ഉണ്ട്, അതിൽ ഇത് ഫിറ്റ് ചെയ്യണു. നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ഒരു 10 മൈക്രോൺ 15 മൈക്രോൺ അല്ലെങ്കിൽ 20 മൈക്രോൺ വരെയൊക്കെ പോളിഷ് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ സർഫേസ് ഗ്രൈൻഡിങ്. സോ സർഫേസ് ഗ്രൈൻഡിങ്. നെക്സ്റ്റ് എന്താ നോക്കൂ, നെക്സ്റ്റ് എന്താണ്? കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിങ്. കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിങ് നോക്കൂ, നമ്മൾ ചെയ്തതാണ് കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിങ്. കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിങ് നോക്കൂ, നമ്മുടെ കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നോക്കൂ, ഇതാണ് ഒരു കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളാണ്. ഓക്കെ, ഈ കട്ടിംഗ് ടൂൾ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഏത്? ഒരു വി ടൂൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ഒരു വി ടൂളാണ് ഗ്രൈൻഡ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ ആംഗിളുകളാണ് വേണ്ടത്? സൈഡ് ക്ലിയറൻസ് ആംഗിൾ, എൻഡ് ക്ലിയറൻസ് ആംഗിൾ, ടോപ്പ് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, ദെൻ എന്താണ്, എല്ലാ ക്ലിയറൻസ് ആംഗിളുകളാണ്. ആ ക്ലിയറൻസ് ആംഗിളുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? ഇത് നോക്കിക്കോളൂ. ആക്ച്വലി ലെയ്ത്തിലെ കട്ടിംഗ് ടൂൾ എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, ഇതൊരു സ്ക്വയർ പീസാണ് അല്ലേ? ഈ സ്ക്വയർ പീസ് എത്ര ഹാർഡായാലും ശരി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, യു മസ്റ്റ് ഹാവ് എ കട്ടിങ് എഡ്ജ്. ഓക്കെ, സിംഗിൾ പോയിന്റ് കട്ടിങ് എഡ്ജ്. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കട്ടിങ് എഡ്ജുകൾ. നോക്കൂ, ഇപ്പോൾ നോക്കിക്കോളൂ, ഇത് എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇതിന് നോക്കൂ, ആംഗിൾസ് നോക്കൂ, ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ് ആ ആംഗിൾസ് ഒക്കെ കൊടുത്തിരുന്നത്, ചെരിഞ്ഞ് കൊടുത്തിരുന്നത്? ഇതിന്റെ ഒരിക്കലും ഈ സർഫസ് പോയിട്ട് ടച്ച് ആകരുത്. ഓൺലി ദ ടിപ്പ് ഷുഡ് ടച്ച് ദി വർക്ക് പീസ്. ആ ടിപ്പ് മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആംഗിൾസ് കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ടൂൾ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തതാണ് കഴിഞ്ഞ സെമസ്റ്ററിൽ. ഈ പ്രാവശ്യം കൂടി ഒരു ടൂളും കൂടി ഗ്രൈൻഡ് ചെയ്യാം. അത് എന്തിനാണ് ഞാൻ പറയുന്നത് നോക്കിക്കോളൂ. നിങ്ങളുടെ സിലബസിൽ ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലും എന്താണ് മെയിൻ തിങ്? അപ്പം നോക്കിക്കോളൂ, ഞാൻ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും, കുതിര എത്ര നന്നായാലും കാര്യമില്ല, ജാക്കി ശരിയാണെങ്കിൽ മാത്രമേ കുതിര വിൻ ചെയ്യും. ഓക്കെ, അതേമാതിരിക്കാണ് ഇവിടെ. എന്താണ്, എത്ര നല്ല മെഷീനായിട്ടും കാര്യമില്ല. കട്ടിംഗ് ടൂൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ, കട്ടിംഗ് കനോട്ട് ബി ഡൺ, കട്ടിംഗ് ആക്ഷൻ വിൽ നോട്ട് ബി ദർ. അപ്പൊ എന്താണ്, കട്ടിംഗ് ടൂൾ കറക്റ്റ് ആയിരിക്കണം. സോ ആ കട്ടിംഗ് ടൂൾ നോക്കിക്കോളൂ. എന്താണ്, സൈഡ് ക്ലിയറൻസ്, ഫ്രണ്ട് ക്ലിയറൻസ്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിള്, പിന്നെ എൻഡ് ക്ലിയറൻസ് ആംഗിള്, പിന്നെ എന്താണ്, ടോപ്പ് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ശരിക്കും കട്ടെടുക്കുള്ളൂ. എത്ര ഹാർഡ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആയാലും കാര്യമില്ല. എന്താണ്, കട്ടിംഗ് ഷാർപ്പ്നെസ്, ടിപ്പ് കറക്റ്റായിട്ട് വർക്കിൽ ടച്ച് ചെയ്യണം. സോ അതിനാണ് കട്ടിംഗ് ടൂൾ ഗ്രൈൻഡിങ്. ഓക്കെ, ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ഓക്കെ, അത് നമുക്ക് എന്താണ് നോക്കും, നമ്മൾ ഞാൻ എത്രയോ ആൾക്കാരെ നമ്മളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്, മെഷീൻ ഷോപ്പിൽ പോയിട്ടുണ്ട്, പ്രാക്ടീസ് കണ്ടിട്ടുണ്ട്, ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, ഇതായിരിക്കും അവിടുത്തെ പ്രോബ്ലം. ആ കട്ടിംഗ് ടൂളിന് കറക്റ്റായിട്ടുള്ള ആംഗിൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അതാണ് കാരണം. ചിലപ്പോൾ കട്ടെടുക്കാനുള്ള ഡിലേ ഇൻ പ്രൊഡക്ഷൻ വരാനുള്ള കാരണം കട്ടിംഗ് ടൂൾ കറക്റ്റ് ആയിരിക്കില്ല. സോ എന്താണ് പറയുന്നത്, എത്ര നല്ല മെഷീനിസ്റ്റ് ആയാലും ശരി കട്ടിംഗ് ടൂൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ കട്ടെടുക്കില്ല, വർക്ക് ഫാസ്റ്റായി കിട്ടില്ല. ഓക്കെ, ഇതെന്താണ് CNC പ്രാക്ടീസ്. CNC പ്രാക്ടീസ് അപ്പോൾ നോക്കൂ, CNC മെഷീൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾഡ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, സാധാരണ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് CNC മെഷീൻസ് ഉണ്ട്. നോക്കിക്കോളൂ, നമ്മളെന്താണ് ഇപ്പോൾ പലതരം CNC മെഷീൻസ്, റോബോട്ടിക്സ് ഒക്കെ വന്നു കഴിഞ്ഞു, ഒരുപാട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്താണ് ഇതിനെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി മാറ്റിയാണ് നമ്മുടെ പ്രോസസ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മാത്രം എന്താവുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വേണ്ടി വരുന്നു. ഓക്കെ, അതാണ് CNC മെഷീൻ. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു ലെയ്ത്ത് മെഷീൻ ആണെങ്കിൽ എന്താണ്, അതിന് കുറേ എന്താണ് സ്റ്റെപ്പർ മോട്ടറുകൾ, ഒരു പിന്നെ കൺട്രോൾ പാനൽ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ, ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പർ മോട്ടറുകൾ, അതിനൊക്കെ എന്ത് ചെയ്യുന്നു, മൈക്രോ പ്രോസസ്സർ അവിടുന്ന് ഇത്ര എന്ത് മൂവ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് മൈക്രോ പ്രോസസ്സറിന് കൊടുക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഡാറ്റ കൊടുക്കുന്നു. ആ ഡാറ്റ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് CNC മെഷീൻ. ഓക്കെ, ഇപ്പോൾ CNC മെഷീൻ അത് നമുക്ക് മെഷീൻ ഉണ്ട്, നമുക്ക് അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ നോക്കൂ, പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ, അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ AMT ലാബിൽ കണ്ടോ നിങ്ങൾ, ആക്ച്വലി
അതിന്റെ സ്കോപ്പ് നോക്കൂ. നിങ്ങൾക്ക് കിട്ടാവുന്ന ജോബുകളിൽ ഏറ്റവും സ്കോപ്പുള്ളത് പ്രൊഡക്ഷൻ സൈഡാണ്. കാരണം എന്താണ്, പ്രൊഡക്ഷൻ നിങ്ങൾ ഒരിക്കലും എവിടെയും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധനങ്ങൾ തേഞ്ഞു പോകണു, മാറ്റുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിക്വയർമെന്റ്സ് അപ്പം കൂടിക്കൊണ്ടിരുന്നു. സോ ഒരു ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഭാഗമാണ് മെഷീൻ ഷോപ്പ്. ആ മെഷീൻ ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് സ്കോപ്പ് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, വർക്ക് പ്രോസസ്സുകൾ തരുന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷറിംഗ് ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രാക്ടീസ് തരുന്നു. ഇതെല്ലാം നമുക്ക് എന്താണ്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ തരികയാണ്. അപ്പൊ നിങ്ങൾ എന്താണ്, വെൻ യു ആർ ഗോയിങ് ഫോർ എൻ ഇന്റർവ്യൂ, വി ദ KMCT പോളിടെക്നിക് സ്റ്റുഡൻസ് ആൻഡ് polytechnic staff, we is producing a better machinist, better machinist. അപ്പൊ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്, ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ എന്താണ്, കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഒരു സാധാരണ ഒരു പോളിടെക്നിക്കിൽ വന്ന കുട്ടീനേക്കായും കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ്, ആ യൂസസ് ഓഫ് പുതിയ തരം ടൂൾസ്, ഗേജസ്, പുതിയ തരം വർക്കുകൾ, പുതിയ തരം മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഓക്കെ, എന്താണ് മെഷറിംഗ് ടൂൾസ്. മെഷറിംഗ് ടൂൾസ് അതർ ദാൻ വെർനിയർ, മൈക്രോമീറ്റർ, അതെല്ലാം കൂടാതെ മെഷറിംഗ് ടൂൾസ് നിങ്ങൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ പഠിച്ചതായിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ നോക്കിക്കോളൂ, ഈ വെർനിയർ കാലിപ്പറിൽ എന്താണ്, അപ്പോൾ നമ്മൾ നോക്കിക്കോ, ഒരു സൈസിന് കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കും നോക്കിക്കോളൂ. ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, ഇതിനെങ്ങനെ പിടിക്കണം, പിടിച്ച് വെച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് വലുതായി കഴിഞ്ഞാൽ കുറച്ച് മിസ്റ്റേക്ക് വരും. അപ്പോൾ പിന്നെയും നമ്മൾ മെഷർ ചെയ്യണം. രണ്ടാമത് ഇതിന് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അപ്പോൾ നോക്കിക്കോളൂ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ നമ്മളൊരു ക്ലിയറൻസ് ഫിറ്റ് ചെയ്യുകയാണ്. ക്ലിയറൻസ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ ഗേജിൽ തന്നെ ഉണ്ടായിരിക്കും അതിൻ്റെ ലിമിറ്റ്. എന്താണ്, സ്നാപ്പ് ഗേജ്. ഇതിന് ലിമിറ്റ് ഉണ്ട്, കണ്ടോ, ഇതിൻ്റെ 2 ജോ ഉണ്ട്. ഇതെന്താണ്, ഗോ, ഇന്നർ എന്താണ്, നോട്ട് ഗോ. ഫ്രണ്ടിലുള്ള ആ ജോ എന്താണ്, ഗോ, ഇന്നർ ഉള്ളിലുള്ള ജോ നോട്ട് ഗോ. അപ്പൊ എന്താണ്, ഫ്രണ്ടിലുള്ള ജോ നമ്മുടെ ആ ഇതുമ്മ കയറിപ്പോവും. ബാക്കിലുള്ള ജോ എന്താണ്, അവിടെ വന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഫ്രണ്ട് ജോയും ഈ ബാക്കിലെ ജോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിന്റെ ലിമിറ്റ്. അപ്പൊ ഈ ഷാഫ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ പ്രോസസ് വളരെ ഈസി ആവുകയാണ്. എന്താണ്, വെർനിയർ കാലിപ്പർ ഉപയോഗിക്കേണ്ട, മൈക്രോമീറ്റർ ഉപയോഗിക്കേണ്ട. വി ഗോട്ട് എ സ്നാപ്പ് ഗേജ്. ആ സ്നാപ്പ് ഗേജ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ്, ഇതിനെ മെഷറിങ് ആ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങൾക്ക് റിജക്റ്റ് ആവില്ല. കാരണം എന്താണ്, ഫ്രണ്ട് കയറും, ബാക്ക് കയറാൻ പാടില്ല. അപ്പോൾ എന്താണ്, അത് കറക്റ്റ്. അപ്പോൾ നോക്കിക്കോളൂ, നെക്സ്റ്റ് എന്താണ്, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കുന്നത്, അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, നമ്മൾ ബോർ ചെയ്യാന്ന് വിചാരിക്കും. ബോർ ചെയ്യാം, നമുക്കൊരു ബോറിങ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഒരു സ്പ്ലൈൻ ഉണ്ട്, ആ സ്പ്ലൈനിന്റെ ഇന്നർ സൈഡ് ബോർ ചെയ്യണം. ബോർ ചെയ്യുമ്പോൾ നമ്മളെന്താണ്, നമുക്ക് ബോറിങ്ങിന് വെർനിയർ കാലിപ്പർ ഉപയോഗിക്കാം, വേറെ ഇൻസൈഡ് മൈക്രോമീറ്റർ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അതിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, ഇതെന്താണ്, 35.00. അതിന്റെ ലിമിറ്റ് എത്രയാണ്, 35.025, 25 മൈക്രോൺ, അതായത് 025. അപ്പോൾ വെർനിയർ കാലിപ്പർ എത്രയാണ്, 0.2 ആണ്, മില്ലിസിയോ ഉണ്ട്. ഇത് എത്രയാണ് എടുക്കേണ്ടത് നമുക്ക്, 0.25. അപ്പൊ 35.00 to 35.025 ആണ് ഇതിന്റെ. ഇതാണ് നമ്മുടെ പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, അപ്പൊ നമ്മൾ സ്പ്ലൈനിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ ബോർ ചെയ്യാണ്. സ്പ്ലൈനിങ് കഴിഞ്ഞിട്ടായാലും ശരി, കഴിയണതിന്റെ മുമ്പാണെങ്കിലും ശരി, ബോർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിന്റെ ഗോ, ദാറ്റ് ഈസ് പ്ലഗ് ഗേജ്. ഇതാണോ, ഇതിൽ ഒരു സൈഡുള്ളത് എന്താണ്, ഗോ ആണ്, ഒരു സൈഡ് നോട്ട് ഗോ ആണ്. അപ്പൊ എന്താണ്, ഗോ സൈഡ് കയറി പോകണം. ഓക്കെ, ഗോ സൈഡ് അങ്ങനെ കയറി പോകണം, ഗോ സൈഡ് കയറണം. ഓക്കെ, കയറണം. ഓക്കെ, ഗോ സൈഡ് കയറണം. അപ്പൊ എന്താണ്, ദാറ്റ് ഈസ് ഫിറ്റ്. ഗോ സൈഡ് കയറിയ ഫിറ്റാണ്. നോട്ട് ഗോ സൈഡോ കയറാൻ പാടില്ല, ഒരിക്കലും കയറാൻ പാടില്ല. ഓക്കെ, ഇതാണ്. അപ്പൊ നമുക്ക് എന്താണ്, മെഷറിംഗ് എന്നുള്ളതിന്റെ ആ സമയം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റി. സോ പ്ലഗ് ഗേജസ് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് മനസ്സിലായി, എന്താണ് ലിമിറ്റിന് ബോർ ചെയ്യാന്ന് മനസ്സിലായി. അത് വെർനിയർ കാലിപ്പറിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് പ്ലഗ് ഗേജുകൾ ഉപയോഗിച്ച് ചെയ്യാന്ന് മനസ്സിലായി. സോ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വൺ സൈഡ് ഈസ് ഗോ എന്നുള്ളത് ഫ്രീ ആയിട്ട് പോകണം. നോട്ട് ഗോ എന്താണ്, കയറാൻ പാടില്ല. അപ്പൊ എന്താണ്,
അപ്പൊ ഇതിന്റെ ബോർ എന്താണ്, വിതിൻ ദാറ്റ് ലിമിറ്റ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, 35.00 ആൻഡ് 35.025 ഉള്ളിലാണ്. സോ നമ്മൾ അടുത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കൂടി നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, പിന്നെ എന്താണ് നോക്കിക്കോളൂ. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, സ്നാപ്പ് ഗേജ് ഉപയോഗിച്ചു, പ്ലഗ് ഗേജ് ഉപയോഗിച്ചു, പിന്നെ റിംഗ് ഗേജ്. അപ്പൊ അത് നോക്കിക്കോളൂ എങ്ങനെയാണ് റിംഗ് ഗേജ് ഉപയോഗിക്കുക നോക്കിക്കോളൂ. അപ്പൊ നോക്കിക്കോ ഇതെങ്ങനെയാണ് നോക്കിക്കോ. ഇപ്പൊ ഇതൊരു മാൻഡ്രിലാണ്. ഓക്കെ, മാൻഡ്രിലാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താണ്, മാൻഡ്രിൽ നമ്മളൊരു വർക്ക് ഇട്ടിട്ട് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, വർക്ക് ചെയ്യണം. ഈ മാൻഡ്രിലിന്റെ മുകളാണ് ഇതിട്ടിട്ട് നമ്മൾ ഗിയർ കട്ട് ചെയ്യണത്, മില്ലി മെഷീനിൽ ഗിയർ കട്ട് ചെയ്യണത്. അപ്പൊ നോക്കിക്കോളൂ, ഇതിൽ ആട്ടം ജാസ്തി ആയാൽ എന്ത് സംഭവിക്കും? ഈ മാൻഡ്രിലിൽ ഈ ഹോള് ആട്ടം ജാസ്തി ആയാൽ എന്താണ്, അപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് തൂങ്ങി കിടക്കാം. ആ തൂങ്ങി കിടക്കുന്നിടത്ത് ഇത് പല്ലെന്താവും, ചെറുതാവും. ഓപ്പോസിറ്റ് സൈഡിൽ എന്താവും, വലുതാവും. അപ്പൊ നമ്മൾ ഈ മാൻഡ്രിൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, ഒരു ഗോ ആൻഡ് നോ ഗോ റിംഗ് ഗേജ് ഉപയോഗിക്കാം. അപ്പൊ എന്താണ്, ആ ക്ലിയറൻസ് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്താണ്, ഗോ നോട്ട് ഗോ, അത് 0.25 മൈക്രോൺ ആയിരിക്കും അതിന്റെ ഡിഫറൻസ്. അപ്പൊ എന്താണ്, മെഷീൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ മാൻഡ്രിലിന്റെ ബെയറിംഗ് ഏരിയ, ഈ വർക്കിന്റെ ബെയറിംഗ് ഏരിയ, വർക്ക് അതിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് നോക്കിക്കോളൂ, ഒരുപാട് ലൂസ് ആയാൽ എന്താ സംഭവിക്കാം, ഈ റിങ് ദാറ്റ് ഈസ് നമ്മുടെ വർക്ക് താന്ന് കിടക്കും. അപ്പൊ എന്താണ്, ഇവിടെ എന്താണ് മില്ലിംഗ് കട്ടർ കുറച്ചേ എടുക്കുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അവിടെ മില്ലിംഗ് കട്ടർ കൂടുതൽ എടുക്കും. അപ്പൊ കറക്റ്റ് സൈസിനുള്ള ഒരു ഗിയർ വീലായി കിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മാൻഡ്രിൽ തന്നെ എന്ത് ചെയ്യണം, വിതിൻ ദാറ്റ് ലിമിറ്റ് റിംഗ് ഗേജസ് ഉപയോഗിക്കണം. ഒരു റിംഗ് ഗേജ് എന്താണ്, കയറുന്ന ഒരു റിംഗ് ഗേജ് ഉണ്ടായിരിക്കും, അടുത്ത റിംഗ് ഗേജ് എന്തായിരിക്കും, കയറാത്തതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഇതിന്റെ ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ഇതിന്റെ ഔട്ട്സൈഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മാൻഡ്രിൽ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഗിയർ ആവുള്ളൂ അല്ലേ. ഇപ്പൊ നമുക്ക് ഇതിൽ ഒരുപാട് ലൂസുള്ള ഒരു വർക്ക് പീസ് പിടിച്ചാൽ ആ ഗിയർ ഒരിക്കലും സ്റ്റാൻഡേർഡ് കറക്റ്റ് ആവില്ലേ. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി റിംഗ് ഗേജസ്. ഈ റിംഗ് ഗേജിൽ ഗോ ഉണ്ട്, നോട്ട് ഗോ ഉണ്ട്. ഗോ കയറണം, നോട്ട് ഗോ കയറാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെ ഉപയോഗിക്കാം. അതാണ് റിംഗ് ഗേജസ്. പിന്നെ എന്താണ് നെക്സ്റ്റ്, ഓക്കെ, പിന്നെ നോക്കിക്കോളൂ പ്ലഗ് ഗേജസ്. ഇത് പ്ലഗ് ഗേജ് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇതെന്താണ്, 22 ആൻഡ് 22.024, 22 ആൻഡ് 22.024. 22ൽ കയറും, 024ൽ കയറില്ല. അപ്പൊ അത് ഒരു പ്ലഗ് ഗേജാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഒരു ഗേജ് എന്താണ്, പിന്നെ നമ്മൾ നോക്കിക്കോളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ത്രെഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്റർ 5ൽ ത്രെഡ് ചെയ്തു അല്ലേ. ത്രെഡ് ചെയ്തപ്പോൾ എന്താണ്, നമ്മൾ വെറുതെ ത്രെഡ് ചെയ്ത് പഠിച്ചു, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. ത്രെഡ് ചെയ്ത് എല്ലാവരും ത്രെഡ് ചെയ്ത് കുറെ കൊടുന്ന് വെച്ചു. ചിലതിൽ എന്താണ് സൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും, മാനുഫാക്ചറിംഗിൽ പ്രോസസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താണ്, പ്രൊഡക്ഷൻ ഷോപ്പിൽ എന്താണ്, നമുക്കുള്ള ഒരു ബോൾട്ട് ഉണ്ടാക്കിയാൽ ആ ത്രെഡ് എന്തായിരിക്കണം, വേൾഡിൽ എവിടെ പോയാലും നിങ്ങൾക്ക് എന്തായിരിക്കണം, ആ കോമ്പോണന്റ് അവിടെ ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു സിലിണ്ടർ ഹെഡിൽ നിന്ന് ഒരു ബോൾട്ട് എടുത്തു. ആ ബോൾട്ട് എടുത്തിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു ബോൾട്ട് വാങ്ങിക്കൊണ്ട് ആ സിലിണ്ടർ ഹെഡിലേക്ക് കയറില്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ പ്രൊഡക്ഷൻ പിന്നെ ഉണ്ടാവില്ല, ആ നഷ്ടത്തിൽ കലാശിക്കും. പിന്നെന്താണ്, നമുക്ക് ഇത് ഇന്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. സോ അതിനുള്ള ഗേജുകളാണ് എന്താണ്, ത്രെഡ് ഗേജ്, റിംഗ് ഗേജ്. ത്രെഡ് ഗേജ് ഇപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ ഇതേമാതിരിക്കുള്ള ഒരു ത്രെഡാണ് വിചാരിക്കാം, ഇതേമാതിരിക്കുള്ള ഒരു ത്രെഡ്. നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ത്രെഡിന്റെ റിംഗ് ഗേജ് ഉണ്ടാവും. ത്രെഡിന്റെ റിംഗ് ഗേജ് കയറ്റി നോക്കണം. ഓക്കെ, കയറ്റി അതിന് ഫിറ്റാക്കി എടുക്കണം. ഓക്കെ, ഗോ ആൻഡ് നോ ഗോ വേണം. അതായത് ഇതിന്റെ വേറെ 2 ഗേജ് ഉണ്ടായിരിക്കും. ഒരു ഗേജ് എന്താ, കയറണം, അടുത്ത ഗേജ് എന്താ, കയറാൻ പാടില്ല. അപ്പൊ എന്താണ്, നമ്മൾ ഉണ്ടാക്കിയ ബോൾട്ട് ഇന്റർനാഷണലി എവിടെ വേണം ഉപയോഗിക്കാം. ദിസ് ഗേജ് ഇസ് ആൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഗേജ്. ഓക്കെ, സോ ത്രെഡ് ഗേജ്, എക്സ്റ്റേണൽ ത്രെഡ് ഗേജ്, അതൊരു റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ത്രെഡിന്റെ മുകളിൽ കയറ്റി നോക്കാം. ഒരു ഗോ ഉണ്ടായിരിക്കും, ഒരു നോട്ട് ഗോ ഉണ്ടായിരിക്കും. അത് രണ്ടും എന്താണ്, ഗോ കയറണം, നോട്ട് ഗോ കയറാൻ പാടില്ല. ഓക്കെ, പിന്നെ നോക്കൂ. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, വേറെ ത്രെഡ് ഗേജ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു നട്ടിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ ത്രെഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്തു, ഇന്റേണൽ ത്രെഡ് ഉണ്ടാക്കി. അപ്പൊ എന്താണ്, നമ്മൾ ഈ നട്ട് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ബോൾട്ടിന്റെ മുകളിൽ സൂട്ടബിൾ ആയിരിക്കണം. ഇന്റർനാഷണലി എവിടെ കൊണ്ടുപോയാലും അത് ഫിറ്റ് ആവണം. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗേജ് ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഇതെന്താണ്, ഇതൊരു ത്രെഡ് ഗേജിന്റെ ഇന്റേണൽ ത്രെഡിന്റെ ഗോ ആൻഡ് നോട്ട് ഗോ ആണ്. ഓക്കെ, M18 ത്രെഡിന്റെ ഇന്റേണൽ ത്രെഡിന്റെ ഗോ ആൻഡ് നോ ഗോ ആണ്. ഓക്കെ, അപ്പൊ M18 നമ്മൾക്ക് പഠിച്ചതല്ലേ. M18 ഒരു മെട്രിക്
18 ഡയ ഉള്ള ഒരു ത്രെഡ്. അതിൽ എത്രയാണോ പിച്ച് അതിൻ്റെ അതാണ് ഈ നട്ടിലുള്ളത്. ആ ത്രെഡാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗോ ആൻഡ് നോ ഗോ ഗേജ് ഉണ്ട്. ആ ഗേജ് കയറ്റി നോക്കുക. ഓക്കെ, ഗോ എന്താണ് കയറണം, നോട്ട് ഗോ കയറാൻ പാടില്ല. ഗോ എന്താണ് കയറണം. ഓക്കെ, ഗോ കറക്റ്റായിട്ട് കയറണം. ഓക്കെ, ആൻഡ് നോട്ട് ഗോ എന്താണ് കയറാൻ പാടില്ല. കാരണം എന്താണ്, ആക്ച്വലി ഈ നട്ട് എന്താണ് ഇന്റർനാഷണലി ഫിറ്റ് ആയിരിക്കണം. നമ്മളിവിടെ ഉണ്ടാക്കി അമേരിക്കയിൽ അയച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിലിണ്ടർ ഹെഡിന്റെ മുകളിലും ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവണം. അപ്പോൾ അങ്ങനത്തെ ഗേജുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുകയാണ്. ഓക്കെ, ഇൻ അഡീഷൻ ടു യുവർ സിലബസ്, നോർമലി ഇൻ യുവർ സിലബസ് ആക്ച്വലി സൈസസ് ആർ മെൻഷൻഡ് ഇൻ mm ആൻഡ് ദാറ്റ് ഷുഡ് ബി മെഷേർഡ് ഇൻ വെർനിയർ കാലിപ്പർ. സോ നമ്മൾ എന്താണ്, അപ്പാർട്ട് ഫ്രം ദാറ്റ്, അലോങ് വിത്ത് ദാറ്റ് വി ആർ യൂസിങ് ദാറ്റ് മാനുഫാക്ചറിങ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഗേജുകൾ കൂടി ഉപയോഗിച്ച് പഠിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സോ ദാറ്റ് യു വിൽ ബി വെരി വെൽ കൺവേഴ്സൺ വിത്ത് ദി ഗേജസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഷോപ്പ്. ഓക്കെ, നോക്കൂ, ഇത് ക്ലിയറൻസ്. അപ്പോൾ ആ ക്ലിയറൻസ് വീട്ടിൽ ഞാനത് പറഞ്ഞു തന്നു. വിയർ ലിമിറ്റ്, നമുക്ക് വിയർ ലിമിറ്റ് ഇപ്പോൾ നമ്മൾ നോക്കിക്കോളൂ. ഈ വിയർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി അതൊന്നും ഇല്ല. കാരണം നോക്കിക്കോളൂ, ഇപ്പോൾ സിലബസിലുള്ളതല്ല, അതൊക്കെ നിങ്ങൾക്ക് വേറെ ഉള്ള ടെക്നോളജിക്കലായിട്ടുള്ള വേറെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് എന്താണ് ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ചെറിയ ചെറിയ ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു ടാറ്റ 1210 ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈസ് ഉണ്ടായിരുന്നു. മാനുഫാക്ചറിങ് സൈസ്, കണ്ടമിങ് സൈസ്, അത് നിങ്ങൾക്ക് അറിയേണ്ടതില്ല. എന്താ മാനുഫാക്ചറിങ് സൈസ്? അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത്ര സൈസ് ഉണ്ടായിരിക്കണം. ഒരു 10 അല്ലെങ്കിൽ 20 മൈക്രോൺ, അതായത് അതിൻ്റെ എൻ്റയർ സർവീസ് ഒരു 30 കൊല്ലം അത് ഓടിക്കഴിഞ്ഞാൽ അതിലെ ക്രാങ്കിൽ വരുന്ന വേറെ എത്രയാണ്, ചിലപ്പോൾ ഒരു 30 മൈക്രോൺ ആയിരിക്കും. ആ 30 മൈക്രോൺ ആയി കഴിഞ്ഞാൽ അത് കണ്ടം ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഉണ്ടാക്കുന്ന, അപ്പം നമ്മളെന്താ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ലാബിൽ എന്താണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ മാനുഫാക്ചറിങ്. അത്ര അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത സൈസിൽ നിന്ന് മാക്സിമം അത് ഓടുക എത്രയാണ്, 30 വർഷത്തിൽ തേയ്മാനം 30 മൈക്രോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം നമ്മുടെ മെഷറിങ്. ഓക്കെ, നോക്കുമ്പോൾ ഗിയർ വീൽ ഇൻഡെക്സിങ്, അത് ഞാൻ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഗിയർ വീൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഹെഡിൽ ഒരു ചക്കുണ്ട്, ആ ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു മാൻഡറിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ 1:4, അതായത് എന്താണ് ഇൻഡെക്സ് ഹെഡിൻ്റെ കോൺസെപ്റ്റ്. ഇൻഡെക്സ് ഹെഡിൻ്റെ വേമും വേമീലാണ് അതിൻ്റെ മെക്കാനിസം. ആ വേമ് 40 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞാൽ വേമീന് 1 പ്രാവശ്യം ചുറ്റും. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് എന്താണ് 40 ആയി കിട്ടി. ഓക്കെ, കോൺസെപ്റ്റ് 40 ആയി കിട്ടി. നമുക്ക് ഉണ്ടാക്കാം 52 ആണെങ്കിൽ 52 എഴുതാം, 45 ആണെങ്കിൽ 45 എന്ന് എഴുതാം, 90 ആണെങ്കിൽ 90 എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു റേഷ്യോ കിട്ടും. ആ റേഷ്യോയിൽ അതിലൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ ഹോൾസിലേക്ക് ഇതിനെ മാച്ച് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് അതിൻ്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളൂ. പിന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ മോഡലിനും ഓരോ പ്രാവശ്യം നിങ്ങൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പിന്നെ നോക്കിക്കോളൂ, നമ്മൾ കണ്ടിന്യൂസ് ഇവിടുത്തെ മാർക്ക് എത്രയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ എവാലുവേഷൻ ആണ്, അത്യാവശ്യമാണ് എവാലുവേഷൻ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് എവാലുവേഷനിൽ 50 മാർക്കാണ്. 50 മാർക്കാണ്. 50 മാർക്കിൽ എന്താണ്, നിങ്ങൾ ഇവിടെ ചെയ്യുന്ന മോഡലിന് 20 മാർക്ക്, റഫ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 10 മാർക്ക്, ഫെയർ റെക്കോർഡ് മെയിൻറ്റെയിൻ 10 മാർക്ക്, അറ്റൻഡൻസിന് 10 മാർക്ക്. ഓക്കെ, അറ്റൻഡൻസിന് 10 മാർക്ക്. അങ്ങനെ 50 മാർക്കാണ് കണ്ടിന്യൂസ് എവാലുവേഷൻ. പിന്നെ 50 മാർക്ക് ഏതിലാണ്, എൻഡ് സെമസ്റ്റർ എവാലുവേഷൻ, ദാറ്റ് ഈസ് എൻഡ് സെമസ്റ്ററിലെ എക്സാമിനേഷന്. അപ്പോൾ നിങ്ങൾ ഫെയർ റെക്കോർഡിന് 5 മാർക്കാണ്. വൈവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി വളരെയധികം സ്മാർട്ടായിരിക്കും, പക്ഷെ എന്താണ് വൈവയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, പ്രാക്ടിക്കലായിട്ട് ഒരുപാട് നന്നായി ചെയ്യാൻ പറ്റും, പക്ഷെ വൈവ വളരെ നമ്മുടെ ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിനേക്കായി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് തിയറി. ആ തിയറി നമുക്ക് അറിയണം. ആ തിയറിറ്റിക്കൽ സബ്ജക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രാക്ടിക്കൽ ചെയ്യുന്നത് എന്താണ്, IT ഹോൾഡേഴ്സും മെഷീനിസ്റ്റുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്താണ്, ഹീൽ ബി സബ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ ഓർ സൂപ്പർവൈസർ. സോ അവർക്ക് എന്താണ് അറിയേണ്ടത്, തിയറി അറിയണം. സോ വൈവയ്ക്ക് എത്ര മാർക്കാണ്, 10 മാർക്കാണ്. ഓക്കെ, 10 മാർക്കാണ് വൈവയ്ക്ക് കൊടുത്തത്. സോ നിങ്ങൾക്ക് എന്താണ്, ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് അതായത് വൈവ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം. അത് നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, വൈവയിൽ നിങ്ങൾ സ്മാർട്ടായിരിക്കണം. നമ്മൾ എവിടെ പോയാലും നമ്മുടെ എന്താണ് കപ്പാസിറ്റി, നോളേജ് ഈസ് പവർ. ഓക്കെ, നോളേജാണ് പവർ. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരിക്കും അവിടെ
മെഷീനിസ്റ്റ്, നിങ്ങൾക്ക് അയാൾ പോയി ചീത്ത അറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നോളേജ് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ദേ വിൽ നോട്ട് ഹോണർ യു. സോ ഫസ്റ്റ് എന്താണ്, നോളേജ് ഉണ്ടാക്കുക, വൈവയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക. പിന്നെന്താണ് പ്രൊസീജിയർ, എന്താണ് പ്രൊസീജിയർ, ഫസ്റ്റ് സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് എഴുതുക, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചു, ഏതൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ഗിയർ കട്ടിങ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഇൻഡെക്സിങ് ചെയ്ത്, അല്ലെങ്കിൽ ടാപ്പർ കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ടാപ്പർ കണ്ടുപിടിച്ചു, ആ ഡാറ്റകളൊക്കെ എഴുതുന്ന ആ പ്രൊസീജിയറിന് 5 മാർക്ക്. ദെൻ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മോഡലിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൈസസ്, രണ്ടാമത് ഫിനിഷിങ്, ഓക്കെ, മൂന്നാമത് ടൈം. ഇതിനാണ് മാർക്ക്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു മാൻഡൽ ഉണ്ടാക്കുകയാണ്. ഈ മാൻഡൽ ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ഒരു വർക്കർ എത്ര നേരം എടുക്കും? മാക്സിമം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, അത്രേ അതിന് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ നോക്കിക്കോളൂ, ഈ 1/2 മണിക്കൂറിൽ ഉണ്ടാക്കുന്നതിനുള്ള മാർക്ക് ഇത് 3 ദിവസം എടുത്തിട്ട് ചെയ്യുന്നതിന് കൊടുത്താൽ ശരിയാവും. ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ്, സ്പീഡ് ഉണ്ടാവില്ല. സോ സ്പീഡ് ഈസ് ആൾസോ എ ക്രൈറ്റീരിയ. ഓക്കെ, സോ സ്പീഡ്, അതായത് വർക്കിന്റെ സ്പീഡ്, ടൈം, പിന്നെന്താണ് ഇതിന്റെ സൈസ്, പിന്നെ ഇതിന്റെ ഫിനിഷിങ് എപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ 3 കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ 30 മാർക്ക്. സോ അങ്ങനെ 50 മാർക്കാണ് സെൻസർ എക്സാമിനേഷന്, 50 മാർക്കാണ്. സോ 50 100ലാണ് നിങ്ങൾക്ക് മാർക്ക്. ഓക്കെ, യു ക്യാൻ വെരി വെൽ ഗെറ്റ് 90% മാർക്ക്. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടാൻ പറ്റും. എന്താണ്, നമ്മുടെ റെക്കോർഡൊക്കെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, റെഗുലറായിട്ട് ക്ലാസ്സിൽ വരിക, പിന്നെന്താണ് റഫ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫെയർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഒരു 50 മാർക്ക് ഡെഫിനറ്റായി. പിന്നെന്താണ് മോഡൽ ഇപ്പോൾ എല്ലാവരും ചെയ്യും, നോ ഡൗട്ട്. ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഇത്രയും കാലം ചെയ്തതിൽ, ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായി, ഇതിൽ ഒരൊറ്റ കുട്ടി പോലും ഈ മോഡലിൽ മാർക്ക് കമ്മിയില്ല. പക്ഷെ മറ്റുള്ളതിലാണ് മാർക്ക് കമ്മി. എന്താണ്, ഹി വിൽ ബി വെരി ലിതാർജിക് ആയിരിക്കും. അങ്ങനെയല്ല നമ്മളാവേണ്ടത്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ദാറ്റ് മീൻസ് യു ഹാവ് ടു റൈസ് അപ്പ് ടു ദി ഒക്കേഷൻ. ഇപ്പൊ നോക്കൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ആണ് മെയിനായിട്ട്. നമ്മൾ എന്ത് പറയുന്നു നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെന്താ, അത് അഡിഹെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ടൈമിൽ ചെയ്ത് തീർക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ പരീക്ഷയുടെ മുമ്പേ എല്ലാം കറക്റ്റായിട്ട് ആ ടൈം ഷെഡ്യൂളിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് തീർക്കുക. സോ യു വിൽ ബിക്കം എ ഗുഡ് സൂപ്പർവൈസർ, ഗുഡ് സെക്ഷൻ എഞ്ചിനീയർ ഓർ ഗുഡ് ജൂനിയർ എഞ്ചിനീയർ. സോ നിങ്ങൾക്ക് എന്താണ്, വളരെയധികം നോളജ് കിട്ടുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ അഡ്വാൻസ്ഡ് മെഷീൻ ഷോപ്പ്, ദാറ്റ് ഈസ് മെക്കാനിക്കൽ സ്റ്റുഡൻസ്. നിങ്ങളുടെ ജോബ് സ്കോപ്പ് എന്താണ്, ഒരു 10 to 15% ഈ മെഷീൻ ഷോപ്പിൽ തന്നെയാണ് നിങ്ങളുടെ ജോബ് സ്കോപ്പ്. ഓക്കെ, താങ്ക് യു.